അതത്ര നല്ലതല്ല. അഹോ, അയ്യോ അയ്യോ, ഓടിക്കളഞ്ഞാലോ? അലപ്പുന്നരം അങ്ങനെ ഓടുന്നു. ഇതൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. ഓഹോ, 100 ആയുസ്. ഞാനിപ്പോ കണ്ടതേ ഉള്ളൂ, അല്ല ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ. ആളെ പിന്നെ കണ്ടില്ലല്ലോ. പിന്നെ അന്നത്തെ തകിടില്ലേ, അതൊരു പ്രേതലേഖനായിരുന്നു. ഓ, അതായത് 100-200 വർഷങ്ങൾക്ക് മുമ്പ് പുതുശ്ശേരി തറവാട്ടിലെ കാര്യസ്ഥനായിരുന്ന ഒരു കുഞ്ചിത പാദം അന്നത്തെ ഗൃഹനാഥന്റെ മകൾക്ക് വളരെ രഹസ്യമായിട്ട് എഴുതിയ ഒരു പ്രേമലേഖനായിരുന്നു. ആദ്യത്തെ കുറെ അക്ഷരങ്ങൾ ഞാൻ തപ്പിപ്പിടിച്ച് വായിക്കാൻ ശ്രമിച്ചിരുന്നു. അത് പുതുശ്ശേരി തറവാടിനെ പറ്റിയുള്ള എന്തോ രേഖയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇത് തോന്നിയതല്ല, ഞാൻ വ്യക്തമായി വായിച്ച് അർത്ഥം മനസ്സിലാക്കിയതാ. എവിടെ ആ തകിട് കാണട്ടെ? അതെ, ഞാനല്ല, ഇവിടെ ഇരവി രാമൻപിള്ള ഒരു പ്രശ്നം നോക്കാൻ വേണ്ടി വന്നിരുന്നു. തകിട് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു ആ തകിട് അദ്ദേഹത്തിന് വേണമെന്ന്. അദ്ദേഹത്തെ തകിട് കാണിച്ചെന്തിനാ? അവർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എടുത്ത തകിടായിരുന്നല്ലോ. എടുത്തെങ്കിൽ എടുത്ത ആളിന് എന്നെ തിരിച്ചു കൊടുക്കാൻ അറിയായിരുന്നു. എന്നോട് ചോദിച്ചപ്പോ ഞാൻ അങ്ങ് എടുത്തു കൊടുത്തു പോയി. അപ്പഴേ കുറ്റി 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 എനിക്ക് ഈ സ്വല്പം തിരക്കുണ്ട്, അപ്പൊ ഞാൻ പോയിട്ട് വരാം. അച്ഛനുണ്ടോ? ഉണ്ടല്ലോ, വരൂ, അകത്തിരിക്കാം. ഇരിക്കൂ. എന്തായി, ഗവേഷണമൊക്കെ കഴിഞ്ഞു? ഇടയ്ക്ക് വെച്ച് ഗവേഷണത്തിന്റെ സബ്ജക്ട് മാറിപ്പോയി. വാസ്തുകല വിട്ടോ? വാസ്തു മാത്രം വിട്ടു. പിന്നെ കലയോട് കൂടുതൽ അഭിനിവേശം തോന്നിയതുകൊണ്ട് വാസ്തുവിന് വിടേണ്ടി വന്നു. എന്ത് കല? അത് പല കലകളുണ്ടല്ലോ. ഇപ്പോ ഈ ഹാർമോണിയം, തബല, പിന്നെ വീണ, ഇതൊക്കെ ഒരു വീക്ക്നെസ് ആയി മാറിയിരിക്കുകയാണ്. കൂട്ടത്തിൽ ഈ വീണയുടെ കാര്യത്തിലാണ് ഞാൻ വല്ലാതെ വീണുപോയത്. ആരോടാണ് നീ കൊഞ്ചുന്നോ? നിനക്കെന്തോടാ? അല്ല, ഞാൻ കണിയാന്റെ കയ്യിൽ ഞാനൊരു തകിട് കൊടുത്തിരുന്നു. അതൊന്ന് തിരിച്ചു കിട്ടിയാൽ. എനിക്ക് സൗകര്യമില്ല തരാൻ. ഇനി ഈ വീടിന്റെ പടി അടക്കം വേണ്ട. അകത്ത് പൊടി. മര്യാദക്ക് വീടൊഴിയുന്നതാണ് അനിയന്റെയും ചേട്ടന്റെയും ആരോഗ്യത്തിനല്ലത്. അത് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളുടെ ആരോഗ്യത്തെ പറ്റി ഓർത്ത് സാർ അല്പം പോലും വിഷമിക്കാൻ വേണ്ട. ഇറങ്ങി പോടാ. ഇവിടെ ഇല്ലേ അവൻ? ഇവിടെ തന്നെയും പുറത്ത് കാണുന്നില്ലല്ലോ. ദാസം മാസ്റ്ററേ, എന്താ വേണ്ടത്? ഞങ്ങളെ തന്നെ കാണാനല്ല, മാഷെ കാണാനാവണോ? എന്താ കാര്യം? അത് ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. ഞാൻ പിന്നെ ആരാ, പെണ്ണാണോ എന്ന് ചോദിച്ചാലിപ്പോ ഇത്രയും പേരുടെ മുമ്പ് വെച്ച് സംശയം തീർക്കുന്നത് എങ്ങനെയാ? ഉടക്കാനുള്ള പ്ലാനാണോ? ഉടക്കാനുള്ള കൈത്തരിപ്പൊക്കെ ഉണ്ട്, പക്ഷെ തണ്ടി അല്ലല്ലോ. കാര്യം പറ തോമാച്ചേട്ടാ, ഏക്കുന്നില്ല മതിയല്ലോ അടുത്ത പടി. നിന്റെ ചേട്ടനെ വിളി. മാഷെ ഇവിടെ ഇല്ല. ഇല്ലെങ്കിൽ വേണ്ട. അപ്പേ പിള്ളാച്ചന് വീടൊഴിഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ താനാ ഇടങ്കോലെന്നാണ് കേട്ടല്ലോ, നേരാണോ? അത് ഞങ്ങൾ ബന്ധപ്പെട്ടവരോട് സംസാരിച്ചു കഴിഞ്ഞു. ബന്ധപ്പെട്ടവരാ ഞങ്ങളൊക്കെ. ഞങ്ങളുടെ നാടിന്റെ കണ്ണിലുണ്ണിയാ എരവി മുതലാളി. എരവി മുതലാളിയുടെ ഒരു പ്രശ്നം നാടിന്റെ ഒരു പ്രശ്നമാണ്. പിള്ളേച്ചന് വീട് വേണമെന്ന് പറഞ്ഞാലേ ഒഴിയണം. കണ്ട പാലക്കാട് എന്നൊക്കെ എവിടെ നാട് ഭരിക്കാൻ നിന്നാലേ. ഉള്ള കാര്യം പറ. ഒഴിയുന്നോ അതോ ഒഴിപ്പിക്കണോ? അത് തന്നോട് പറയേണ്ട കാര്യം എന്താ?
താനോ? അയ്യോ, തോമാച്ചനെ കയറി താനെന്നോ? പിന്നെ അച്ഛാന്ന് വിളിക്കണോ? വേണം, തോമാച്ചാന്ന് വിളിക്കണം. വാ ഉത്തരവ്. ഞാൻ ഇയാളെ പട്ടിന്ന് വിളിക്കാത്തത് ഇയാൾക്ക് എന്റെ അച്ഛന്റെ പ്രായമുള്ളതുകൊണ്ടാ. നോക്കി നിൽക്കുന്നോടാ, എങ്ങാണ്ടെന്ന് വന്ന ഒരു തെണ്ടി എന്നെ പട്ടിയെന്ന് വിളിക്കുന്നത് കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നോടാ. നീ എന്താ വിളിച്ചത്? പട്ടിന്നോ? വേണമെങ്കിൽ ഒരു വിശേഷണം കൂടി ആവാം. തെരുവ് പട്ടി. ഓടിക്കോടാ, നാട്ടുകാർ മുഴുവനും വെള്ളമുണ്ടടാ, ജീവനും കൊണ്ട് ഓടിക്കോ. ആ പിള്ളേരുടെ റൗഡികളാ. വല്ലതും പറ്റിയോ? ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. സൂക്ഷിക്കണം, ആ തോമ വിഷപ്പാമ്പാ. പോരെങ്കിൽ പിള്ളേരുടെ കമ്പനിയും. ഇനി എന്തോ സൂക്ഷിക്കാൻ? ഇനി ഇവിടെ നിറങ്ങണാൽ തലയറുത്തിടണം. നീ വാ, എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ. ഇനി അവന്റെ ആയുസിൽ അവൻ എഴുന്നേറ്റ് നടക്കത്തില്ല. അതുപോലെ പെരുമാറിയിട്ടുണ്ട്. എന്നിട്ട് വീടൊഴിയാൻ സമ്മതിപ്പിച്ചോ? ആദ്യം അവൻ സമ്മതിച്ചതാ. ഇടവിളി കേട്ട് നാട്ടുകാർ കുറെ ഓടിക്കൂടി. എങ്ങാനും കാഞ്ഞു പോയാ സാക്ഷി പറയാൻ ആളുണ്ടാകുമല്ലോ എന്ന് കരുതി തോമാ തല്ലങ്ങ് നിർത്തി. വീടൊഴിയുമോ? ഒഴിയുമോ എന്ന് ചോദിച്ചാ ഒഴിയണം. ഉളുവാ പിള്ളേച്ച, കൊടുക്കാൻ പോയപ്പോ കൊണ്ടു കാണും ഇല്ലടോ. കൊള്ളും കൊള്ളും. കൊള്ളണമെങ്കിലേ തോമാ ചന്തപ്പണിക്കലായിരിക്കണം. നീ തറുതല പറയാതെ ഉള്ള കാര്യം പറ. വീടൊഴിയുമോ? വീടൊഴിയുമോ? അത് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചാൽ അവരുടെ കാര്യം അവർക്കല്ലേ അറിയാവൂ മുതലാളി. 15 കുപ്പി കള്ളും 100 രൂപ വെള്ളത്തിലായി. ഒരുപാട് മറ്റേ വർത്തമാനം പറയുന്നത് പറയുന്നു. തോമാ ഒരു കാര്യം വെച്ചാൽ അത് നേരിട്ടേ വന്നിട്ടുള്ളൂ. ഒരു ചട്ടമ്പി വന്നിരിക്കുന്നു. ചന്തുവേ, എന്തുവേ? ഗണകന്റെ അറ്റ കൈയൊന്ന് നോക്കിയാലോ? എന്ത് ക്ഷുദ്രം? ഗണകൻ ക്ഷുദ്രം ചെയ്താൽ പ്രേതങ്ങൾ വീടൊഴിയും. അവന്മാരവിടെ ഉറക്കുകയും ചെയ്യും. തലവേദനയായല്ലോ ഈശ്വര. മുതലാളി സാറേ, ഇരവിച്ചേട്ടാ, ഞങ്ങളുടെ കാര്യം ശല്യപ്പെടുത്താത്ത പോടോ. ഇവിടെ ചില പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ഇനി അധികം വച്ച് നീട്ടിയ ഈ വീട്ടു പഠിക്കാൻ ഞങ്ങൾ ശവം കാണും സാറേ. അപ്പൊ അടിയുടെ ചൂട് മറന്നിട്ടില്ല. ശരി, പോയിട്ട് നാളെ കാലത്ത് വാ. ഞാന് സമാധാനമായിട്ടൊന്ന് ആലോചിക്കട്ടെ. നാളെ ശരിയാകുമോ സാർ? പോയിട്ട് വരാൻ പറഞ്ഞില്ലേ, നോക്കാം. അതെ, നിന്നേ. സസ്പെൻഷൻ ഞാൻ പിൻവലിപ്പിക്കാം. ചേട്ടാ, പക്ഷേ
കിട്ടിയത് പോരല്ലേ? എന്റെ ദൈവമേ, സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടി ചാത്തനേർ നീ എന്തെല്ലാം അനുഭവിക്കണോ ദൈവത്തിനറിയാം. ഇതൊക്കെ അന്നേരം ആലോചിക്കണമായിരുന്നു. 3 പേരും 3 ഡയറക്ഷനിലോട്ട് പോണം. എറി കണ്ട ഒരു സംശയം തോന്നരുത്. പിന്നെ തമ്മി എറി കൊള്ളരുത്. കൊണ്ടുകഴിഞ്ഞ് അബദ്ധം പറ്റിയാന്ന് പറഞ്ഞാ പ്രശ്നമാവും. നീ ആരുടെ കമാൻഡ് വേണു കേട്ടല്ലേ? ലക്ഷണമുണ്ട്. സൈക്കിൾ അങ്ങോട്ട് മാറ്റി. നീ വാക്ക് വശത്തോട്ട് വയ്ക്കും. ഞാനീ ഭാഗത്ത് കാണും. എറിയുമ്പോ സൂക്ഷിക്കണേ. ഗോപാ, ഗോപാ, ആരോ കല്ലെറിയുന്നല്ലോ. കല്ലോ ഏതാണത്? ആ ടോർച്ച് ഞാൻ നമുക്ക് പോയി നോക്കാം. ഈ രാത്രിയിലോ? പിന്നെ ഇപ്പൊ കല്ലെറിയുന്നതിന് രാവിലെയാണ് പോയി നോക്കുന്നത്. ഇപ്പൊ പുറത്തിറങ്ങുന്നത് ബുദ്ധിയല്ല. എന്റെ ദാസത്തിന് പേടിയുണ്ടോ? എന്റെ പേടി അതല്ല. ഈ നാട്ടുകാർ പറയുന്ന പോലെ ഇത് ശരിക്കും ചാത്തനാണോന്നാ. അത് ശരി. 2 കല്ല് കണ്ടപ്പോ ദാസേട്ടന്റെ യുക്തിവാദമൊക്കെ തീർന്നോ? തീർന്നിട്ടല്ല. ചാത്തനാണെങ്കിൽ ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല. അതാ യുക്തി. അതെ. ഗോപാ, ഇപ്പൊ പുറത്തിറങ്ങരുത്. ചാത്തനെങ്കിൽ ചാത്തൻ കണ്ടിട്ട് എന്നെ കാര്യം. എന്ത് വന്നാലും നിന്നെ ഞാനിപ്പോ പുറത്ത് വിടില്ല. ആരാണത്? ചേട്ടാ, ആ തോക്കി എടുക്ക്. തോക്കോ? ആ തോക്കേ, റൈഫിൾ. ഇവനൊക്കെ എന്ത് കാച്ചിട്ടുന്ന കാര്യം? തോക്കെടുക്കണം. ഓടിക്കോടാ, അവന്മാര് തോക്കെടുക്കാൻ പോണു. അതേ ഉന്നമില്ലാത്ത പാർട്ടികൾ നേരെ നമ്മുടെ തലയിൽ തന്നെ ഓടിക്കിട്ടോ. തോക്കല്ല ഓരോ ഇരവി ദരിദ്രവാസി പറഞ്ഞില്ലല്ലോ. അയ്യോ, വരും വരും. അയ്യോ അയ്യോ, ഇത് ബ്രേക്കില്ല. അയ്യോ അയ്യോ, അപ്പൊ സൗകര്യമല്ല. ഗോപാ, പേടിയുണ്ടോ? നീ ഒറ്റയ്ക്ക് അവിടെ കിടക്കണ്ട. വേണമെങ്കിൽ ഇവിടെ കുടിക്കോ. ചേട്ടൻ കിടന്നോ. ചാത്തന്മാർ ഇനിയും വരുന്നുണ്ടോന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങുന്നുള്ളൂ. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കണേ. ഓ, ലൈറ്റ് ഓഫ് ചെയ്യണ്ട. ദാസമാഷ്ട പ്രേത ബംഗ്ലാവിൽ ചാത്തൻ വന്നു. മാത്രമല്ല, എടുത്താ പങ്ങാത്ത കല്ലുകൊണ്ട് ചാത്തൻ കരവറാൻ എറിഞ്ഞെന്ന്. ഉള്ളതാണോടാ? വെറുതെ മനുഷ്യനെ നിരാശപ്പെടുത്തരുത് കേട്ടോ. എന്റെ അയ്യപ്പൻ ചേട്ടാ അവിടെ മുറ്റത്ത് നിറച്ച് ആളുകൾ കൂടിയിരിക്കുക. തെക്കുന്നും വടക്കുന്നും 3-4 ചാത്തന്മാർ ചരപറാന്ന് മത്സരിച്ചെറിഞ്ഞു. ആ ചത്തുപോയ ശാന്തപ്പെണ്ണിന്റെ പ്രേതമായിരുന്നെങ്കിൽ ഒരു വശത്ത് നിന്നല്ലേ ഏറ് വരൂ. ഇതെങ്ങനെ സംഭവിച്ചു? ഇതൊന്നുമല്ല. ഇക്കാലം അത്രയും ഈ പ്രദേശത്തൊക്കെ കാണാത്ത അലവലാതി ചാത്തന്മാര് ഇത്ര പെട്ടെന്ന് എവിടെന്നാ? ആകാശത്ത് പൊട്ടി വീണതോ അതോ ഭൂമി ഇങ്ങനെ പൊളച്ചു കുത്തിയതോ? എടാ, ഈ ചാത്തന്റെ ഉത്ഭവ രഹസ്യം ഒന്ന് അറിയണമല്ലോ. രാമൻ ചടിഞ്ഞു വന്നേ. നിങ്ങൾ ആദ്യം കയറി, ഞാൻ പിന്നാലെ മാഷാകത്തോണ്ട് പേടിക്കണ്ടല്ലോ. തച്ചോട്ട് മാറിക്ക. എന്തോ നടത്തുന്നത് കാണാനുള്ളൂ. മാറിക്കട. എടാ, നിങ്ങൾ ആരും ഇതുവരെ ചാത്തനെ കണ്ടിട്ടില്ല. കണ്ടു. എന്താ ഉണ്ടായത്? ദാസേട്ടൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ രാത്രി എന്നെ ചാത്തൻ പറഞ്ഞ പിടികൂടിയാണ്. ഈ ചാത്തൻ എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഈ വീട്ടിൽ താമസിക്കാൻ കൊള്ളത്തില്ല മാഷെ. ചാത്തനെ പിടികൂടാ എന്ന് ശ്രമിക്കുന്നൊക്കെ വെറും പോഷ്ക. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണം. നമുക്കൊക്കെ അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഈ ലോകത്തുണ്ട് കുഞ്ഞുങ്ങളെ. ദൈവമില്ല, ചാത്തനില്ല, പ്രേതമില്ല എന്നൊക്കെ പറയാൻ എളുപ്പമാ. എന്റെ കൂടെ തന്നെ എത്ര പ്രേതങ്ങൾ നടക്കുന്നു. ചെമ്പിലെ തങ്ങളെ കൊണ്ടുവന്ന് നമുക്കൊരു ചരട് ജപിച്ചെത്തിയാലോ മാഷേ? ഞാനൊരു യുക്തിവാദിയാണ്. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഇതൊക്കെ ആരുടെ ചാത്തനാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം.
ഇതിപ്പോ പിള്ളേരുടെ യാത്രയാണോ യഥാർത്ഥ യാത്രയാണോ എന്നറിയാൻ നമുക്ക് നമ്മുടെ ജീവിതം പണയം വെക്കണോ മാഷേ? നമുക്ക് നമ്മുടെ പഴയ ഒന്നും ഉണ്ടാതിരടെ. നിന്റെ മറ്റൊരിടത്ത് കഴിയുന്നതിലും ഭേദം വല്ല ചാത്തന്റെ ഏറ് കൊണ്ട് ഇവിടെ കിടക്കുക. ഒന്നുമില്ലേലും ഇതൊരു പഴയ തറവാടല്ലേ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു വഴിക്ക് കൊണ്ടുപോകാൻ കൊള്ളുകയല്ല. അവിടെ എങ്ങനെ തിന്നോണ്ട് കിടന്നോന്ന് പറഞ്ഞതാ. ഈ ഞവണി ഒരുത്തരം അതിനൊക്കെ കാരണം. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഏത് ചാത്തനായാലും പോത്തനായാലും ഞങ്ങൾ ഈ വീട് ഒഴിയുന്ന പ്രശ്നമേ ഇല്ല. ആ പിള്ളെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. പക്ഷെ നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എന്താ മാഷേ, അവര് കണ്ടമാനം ഉപദ്രവിച്ചോ മാഷേ? നിന്നോട് ആരാ പറഞ്ഞതൊക്കെ? അച്ഛൻ പറഞ്ഞു പ്രേതം വന്നു ഉപദ്രവിച്ചു എന്നൊക്കെ. ദേ തടവാൻ വേണ്ടി തന്നയച്ചതാ തൈലം. എവിടെ വേദന ഞാൻ പരട്ടി തരാം. കൈപ്പുണ്യമുള്ള കൈയെന്ന അമ്മ പറയുന്നത്. എന്നെ ആരും ഉപദ്രവിച്ചില്ല. എനിക്ക് അവിടെ വേദനയില്ല. ആ അത് കള്ളം. മാഷ കണ്ടാലറിയാലോ വേദനയുണ്ടെന്ന്. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ ഒരു വേദന മാത്രമേ എനിക്കുള്ളൂ. ഞാൻ വരുന്നത് മാഷക്ക് ഇഷ്ടമല്ലേ? നിനക്ക് എന്താണ് ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തത്? ഇഷ്ടക്കുറണ്ടായിട്ടല്ല. ആരെങ്കിലും കണ്ടാ പിന്നെ അത് മതി നാട്ടിക്കാൻ. അല്ലെങ്കിൽ തന്നെ പിള്ളേം കൂട്ടർ നോക്കിയിരിക്കുക. മാഷക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ ആര് കണ്ടാലെന്താ? ഇടൂ, ആളുകൾ എന്നെ കുറ്റം പറയൂ. ഞാൻ ഒരു സ്കൂൾ മാഷാ. പള്ളിയിലെത്തിനൊന്നും അല്ലല്ലോ, മാഷല്ലേ. ഒരു പേടിത്തന്നെ മാഷ്. നീ ഒരു ഉപകാരം ചെയ്യാവോ? ഒന്ന് പോയി തരാമോ? ആ ഗോപൻ ഇപ്പൊ വരും. അവൻ അമ്മയ്ക്ക് എഴുതും. പിന്നെ എനിക്ക് അമ്മയുടെ മുഖത്ത് നോക്കാൻ ഒക്കില്ല. മാഷക്ക് ഇഷ്ടമല്ല, ഞാൻ പൊയ്ക്കോളാം. ആ പൊക്കോ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരില്ല. വേണ്ട, ഞാൻ എവിടെയെങ്കിലും പോയി ചത്തുകളയും. ആ